ഇന്ന് നമ്മൾ പോകുന്നത് വോബേൺ സഫാരി പാർക്കിലേക്കാണ്. സഫാരി പാർക്ക് എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ എല്ലാം ഓപ്പൺ സ്പേസിലിട്ടിട്ട് നമുക്ക് ഡ്രൈവ് ത്രൂ ഒക്കെ ചെയ്ത് കാണാൻ പറ്റുന്നതാണ് സഫാരി പാർക്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബെഡ്ഫോർഡ്ഷെയറിലാണ്. അതുപോലെ കണ്ടില്ലേ, ആനിമൽസ് എല്ലാം ഓപ്പൺ സ്പേസിലാണ്. ഇത് മങ്കീസിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ ഫുൾ മങ്കീസാണ്. അതുപോലെ തന്നെ സഫാരി പാർക്സിൻ്റെ സ്റ്റാഫുകൾ നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സ്പീഡ് ലിമിറ്റ്സ് കറക്റ്റാണോ, അതുപോലെ നമ്മുടെ ബിഹേവിയേഴ്സ് കറക്റ്റാണോ, അതെല്ലാം അവരെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഓരോ ആനിമൽസിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഇത് കണ്ടില്ല, ഇതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ആനിമൽസിനെ കാണാൻ പറ്റും. ഇത് കണ്ടില്ല, അൽപ്പാക്കാസ്. ഇത് ഒരു സ്പെഷ്യൽ ആനിമലാണ്, ക്യാമൽ സ്പീഷീസിലുള്ള ഒരു ആനിമലാണ്. അതുപോലെ തന്നെ ഏഷ്യൻ എലിഫൻ്റ് ഉണ്ട്. പല തരത്തിലുള്ള ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും. റൈനോസ് കണ്ടില്ല, ഇവരുടെയൊക്കെ ബിഹേവിയർ ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാഫുകൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കും, നമ്മളെ എല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഇവർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ല, പുറകോട്ട് വരാൻ ഉള്ള ഒരു ഇതിലാണ് നമ്മൾ പോയപ്പോഴും അവർ പാസ് ചെയ്തു ബാക്കിലോട്ട്. ആനിമൽസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ സീബ്രാസൊക്കെ കണ്ടില്ലേ, ഭയങ്കര രസമായിരുന്നു വ്യൂസൊക്കെ ഭയങ്കര കാണാൻ. അതുപോലെ തന്നെ ടൈഗർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. അതേണ്ട ഇപ്പോൾ കണ്ടോ, ഇത് അമർ അല്ലെങ്കിൽ സൈബീരിയൻ സ്പീഷീസിലുള്ള ഒരു ടൈഗറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസിനെ അവർ ഒരു കേജിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഡബിൾ കേജാണ്. കണ്ടല്ലേ, കാട്ടിലെ രാജാക്കന്മാരെല്ലാം ഉറക്കത്തിലാണ്. ഇതേണ്ട ഒരു രാജാവ് അവിടെ നിൽക്കുന്നു. നമ്മളെപ്പോഴും അവർ ഈ ഇവിടുത്തെ വോബേണിലെ സ്റ്റാഫിലെ ആൾക്കാർ എപ്പോഴും ഒരു വേക്കിൾ വെച്ച് കണ്ടോ, അവിടെ ഐസൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നമ്മളെ. അതുപോലെ തന്നെ രാവിലെ ഇവർ എണ്ണീറ്റ് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരും, ആൾക്കാരെല്ലാം കൂടെ ഒത്തുകൂടാനുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്കിപ്പോൾ ഒരു തവണ നമുക്ക് ഇവരെ കണ്ടില്ലെങ്കിൽ വീണ്ടും നമുക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് നമ്മൾ ഈ റോഡ് സഫാരി ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇതൊരു ആഫ്രിക്കൻ ലയണാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ റോഡ് സഫാരി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സഫാരി ചെയ്യാൻ പോവാം. ഫുഡ് സഫാരി ചെയ്യുമ്പോൾ നമ്മൾ ട്രെയിൻ റൈഡുണ്ട്, അതുപോലെ തന്നെ മേർ ക്യാറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഫുഡ് സഫാരി ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ കാണുന്ന ഒരു ഡിയർ പാർക്കാണ്. ഒരുപാട് ഡിയേഴ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതൊരു വണ്ടർഫുൾ ആൻഡ് അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. വേണ്ടില്ല, ഞങ്ങൾക്ക് അവർ നല്ല ബ്യൂട്ടിഫുൾ ഫെയർവെല്ലും കൂടെ തന്നിട്ടാണ് വിട്ടത്.